ഹലോ എവരിബഡി, ദിസ് ഇസ് ജിറ്റോ സ്റ്റീവൻ. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ നല്ല ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അത്യാവശ്യത്തിന് കൊല ഓഫ് റോഡ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ കൂട്ടുകാരനെ ഇപ്പോൾ അതേ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു ഓഫ് റോഡ് റൂട്ടിലേക്ക്. എങ്ങനെയുണ്ട് എന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇതാണല്ലേ മോനെ, കയറാലേ? ഞാൻ മുന്നിൽ പോണോ? വേണ്ട, നീ പോക്കോ, ഞാൻ വന്നോളാം. നീ റൗണ്ട് 1, രണ്ടാമത് ഞാൻ. വിട്ടോ ഒറ്റ ഫ്ലോയിൽ പിടിക്കണില്ല, നീ കേറ്. അയ്യോ, എൻ്റെ വണ്ടി റെഡിയായിട്ടും. പണി പാളി. ഞാൻ എടുത്തിട്ട് വരാനാ. ഞാൻ ഒറ്റ ഫ്ലോയിൽ കയറ്റാനേ നോക്കുള്ളൂ. നോക്കാം എന്തായാലും. നീ ഇപ്പം എന്തായാലും വരും. നീ കുറച്ചുകൂടി കയറ്റിയിട്ടൊന്ന് നിർത്ത്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ അങ്ങനെ തട്ടാൻ ചാൻസ് ഇല്ല. അവിടെ എൻ്റെ തട്ടും, നല്ല ഇടിക്കും, ഇടിച്ച് പൊളി എൻ്റെ. അളിയ വാ 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 വാ, കൈ കൊടുക്ക്. ഓക്കെ ഓക്കെ, ഇനി എന്നെ ഒന്ന് പിടിക്കണോട്ടാ, ഇനി എന്നെ പിടിക്കണേ. തട്ടുന്നുണ്ട്. മൂന്ന് തട്ടം തട്ടിപ്പോ തന്നെ. എന്റെ കിറ്റ് പിന്നെയും തട്ടി. ഓക്കെ, തെറ്റ്. പോട്ടെ. ജീവിതം ആകെ പമ്പരമായേ എൻ്റെ അമ്മോ. ഇതൊക്കെയാണ് ഓഫ് റോഡ് ട്രെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓഫ് റോഡ് ട്രെയിൽസ് എൻ്റെ അമ്മോ, എൻ്റെ V3 വെച്ച് ഞാൻ കഷ്ടപ്പെട്ടു. അവിടെ എക്സ്പേർട്സ് ഉള്ളവൻ തന്നെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാത്തമംഗലമാണ്. മെയിനായിട്ടും ഇതൊരു ട്രെക്കിംഗ് സ്പോട്ടാണ്. പക്ഷേ ബൈക്കൊക്കെ കൊണ്ടുപോകാം, പക്ഷേ ഒരു പരിധി വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ മുള്ള്
വിട്ടോ വിട്ടോ വിട്ടോ, നീ പോയി കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഞാനും ഒറ്റ സ്ട്രെച്ച് തന്നെയാ. ഓ ഷിറ്റ്, എന്റെ വീട്ടിൽ എങ്ങനെ ഇത് കടന്നു പോകാനാടാ? എടാ എന്തത്? എടാ എടാ നീ നോക്ക്, എന്റെ വണ്ടിയുടെ അടി തട്ടി 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 മുകളിലേക്ക് എങ്ങനെ തരാ? എടാ ഞാൻ നിന്നോടേ ചോദിച്ചു എന്റെ V3 കയറോ, എക്സ്പ്രസ് കയറോ തന്നെയാ ചോദിച്ചത്. എടാ കല്ല് നോക്കട അറ്റത്തുള്ളത്. എടാ സൈക്കോയെ, ഞാൻ എക്സ്പ്രസ് ഷൂട്ടനായിട്ട് വരാം ഇത് കയറണമെങ്കിൽ. നീ ത്രോട്ടില് കൊടുക്ക നോട്ടോ, കൊടുക്ക കൊടുക്ക കൊടുക്ക, നിർത്തണ്ട അളിയാ. എടാ ഒഴിവാക്കണോ? നീ ഇവിടെ പെട്ട് കിടക്കണ്, നിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്ക്. എടാ അളിയാ നിക്ക്, ഒരു കാര്യം പറയാം. ഈയുടെ ശവമ ഇതിന്റെ വണ്ടി 2 കഷ്ണം 3 കഷ്ടമായിട്ട് തിരിച്ചു വിട്ടറോടാ. ഇതൊക്കെ നോക്ക്, ഇവിടെ വരെ ഓക്കെ. ആ ഈടാ നീ അത് നോക്ക്, എന്തൊട്ട് തേങ്ങയത്. ഒരു 3-4 പേരായിട്ട് റൈഡ് പോകേണ്ട സാധനം അത്. ഈടാ നീ എന്തൊട്ടാ പറയണത്? എടാ എന്റെ V3 ഇതിൽ കൂടെ പോകാൻ നോക്കിയാ 2 സൈഡ് കിറ്റ് അങ്ങനെ വരഞ്ഞ് കഷ്ണമാവും. എടാ എന്താണ്? എടാ ഒരു 4 പേരുണ്ടെങ്കിൽ ഓക്കെ. എടാ സാധനം കണ്ടു. എടാ ഇത് കടന്ന് പോവുകയും ചെയ്യാൻ പറ്റും, പക്ഷെ 4 പേരെങ്കിലും വേണം, വേണ്ടേ? എടാ നിനക്ക് തന്നെ പൊക്കാൻ പറ്റും, 2 പേര് വെച്ച് പൊക്കാൻ തന്നെ കഷ്ടപ്പാടാത്. ആ കുഴിയിൽ വേണ 4 പേരുണ്ടായ സെറ്റാണ് ഓരോന്നും കടന്നു പോയി. നമുക്കേ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ട്യൂട്ടറിന് എടുത്ത് കഴിയുമ്പോൾ എന്നിട്ട് 4 പേരായിട്ട് സെറ്റ് ചെയ്ത് പോകണ ട്രിപ്പ് അത്. ട്യൂട്ടറിന് എടുത്ത് കഴിയുമ്പോൾ ഒരു 4 പേരെങ്കിലും വേണം മിനിമം ഇത് കടന്നു പോകണമെങ്കിൽ. 4 പേരുണ്ടെങ്കിൽ ഓക്കെ, മിനിമം വേണം, മിനിമം 4. അതിനും കൂടുതൽ എത്ര പേരുണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കടന്നു പോകും. സ്ട്രൈറ്റ് ആക്ക്, സ്ട്രൈറ്റ് ആക്ക്. ഇറക്കട്ടെ? ഓക്കെ ഓക്കെ, ഇറക്കട്ടെ ഇറക്കട്ടെ, കുറച്ചുകൂടിയാ. ഓക്കെ വലിക്കണം. ഓക്കെ വലിയണിയില്ല. ഓക്കെ മതി 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 മതി, തിരിക്ക് ഹാൻഡിൽ റൈറ്റിലേക്ക് പിടിക്ക്. പോരട്ടെ, ഒന്നുകൂടി വലിക്കണം. അയ്യോ പോരട്ടെ. ഓ ഞാൻ അത്ര സൈക്കോരിയാ കൂട്ടിയത്. ആ ഇടയിൽ V3 വെട്ടാനുണ്ടല്ലോ, കിറ്റിങ്ങനെ ഇങ്ങനെ ഞെരിഞ്ഞ് ഒടിഞ്ഞ് പുളിഞ്ഞാക്കി കിടക്കും. ഇങ്ങനെയുള്ള ഓഫ് റോഡൊക്കെ കയറി പോണ സമയത്ത് ഒരു 4-5 വണ്ടികളെങ്കിലും മിനിമം വേണം. കാരണം ആ ഒരു കയറ്റം കയറി പോകുമ്പോൾ നല്ലൊരു കുഴിയൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ എങ്ങനെ പോയാലും ബൈക്ക് മറിഞ്ഞു വിടാൻ നല്ല ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ആ ബൈക്ക് മൊത്തത്തിൽ പോലും പൊക്കാനായിട്ടുള്ള രീതിയിൽ നമുക്ക് 2-3 പേരെങ്കിലും വേണ്ടി വരും. അതുപോലെ സപ്പോർട്ട് വേണം.
മുള്ളു കയറിയേ, മുള്ള കൈമ കൊത്തി കയറിയടാ. എന്ത് കയറിയെടുക്കും? എവിടെയാണ് ആ വടി കേട്ടോ മോളെ? കിറ്റാണോ മോനെ? നിക്ക് കിറ്റൊന്നും പറ്റിയില്ല. അയ്യോ, ഇൻഡിക്കേറ്റർ പൊട്ടി. അയ്യോ, കിറ്ററിഞ്ഞ്. എന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്യണം. ഇവിടെ ഒട്ടിക്കരുത്. തൽക്കാലത്തേക്ക് ഒരു മിനിറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ഓക്കെ, തൽക്കാലത്തേക്ക് ഡബിൾ സ്റ്റിക്ക് വാങ്ങാം. ലെക്സി പേന വേണം. ലെക്സി പേനയാണ് കാക്കി. ഈ ഒരു ഓഫ് റോഡ് നമ്മുടെ ആൽബിൻ്റെ പിള്ളേരും ഇതിന് മുമ്പേ പോയിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് മഴ കാരണം ഇതുപോലെ റോഡ് കുഴിഞ്ഞിട്ടുണ്ടായില്ല. ഇതേ അതിൻ്റെ തന്നെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ പൊട്ടി ഇൻഡിക്കേറ്ററൊക്കെ ഇരുന്നിട്ടൊന്ന് ടെമ്പററി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഫിറ്റ് ചെയ്ത് വയ്ക്കണം. കണ്ണൂരിൽ നിന്ന് തിരിച്ച് അങ്കവാലൂർ എത്തണമല്ലോ. ഇനിയും കുറച്ച് സ്പോട്ടുകളൊക്കെയും കവർ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ സ്ക്രാച്ചൊക്കെ മാറ്റാനായിട്ട് ലെക്സി പേനയുടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ഇതോടുകൂടി ചാത്തമംഗലത്തിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അറിയാം ഓഫ് റോഡ് മാത്രം കാണിക്കാൻ പറ്റുള്ളൂ, അതിന് മുകളിലത്തെ മലയുടെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ന്. അതെന്തായാലും ഞാൻ ചാത്തമംഗലം ഒന്നും കൂടി പോയിരിക്കും, അത് കൺഫേം ആണ്. അത് പുതിയ എക്സ്പെർട്ട് സ്റ്റുഡൻ്റായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കയറിയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും വരും, ബട്ട് ടൈം എടുക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ രസകരമായ ഓഫ് റോഡ് വീഡിയോസും കുറേ റൈഡ് വീഡിയോസും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്. ഇതാണ് മറ്റേ ലെക്സി പേനയും വെച്ച് സ്ക്രാച്ചൊക്കെ മാറ്റിയത്. അങ്ങനെ ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ പാടുകളൊക്കെ പോയിട്ടുണ്ട്.